അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകന് മുൻകരുതലുള്ളവനാണ്, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകന് അപമാനം വരുത്തിവെക്കുന്നു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഈ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: അവസരങ്ങൾ ധാരാളമുള്ള ഈ ലോകത്ത് വിജയം വെള്ളിത്താലത്തിൽ കൈമാറുന്നതല്ല, ഉത്സാഹമുള്ളവരാണ്, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ് അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം കൊയ്യുന്നത്. വേനൽക്കാലത്ത് അധ്വാനിക്കുന്ന ഒരു കർഷകൻ സമൃദ്ധമായ വിളവെടുപ്പ് ഉറപ്പാക്കുന്നതുപോലെ, ഇന്ന് നാം നിക്ഷേപിക്കുന്ന പരിശ്രമങ്ങളാണ് നാളെ നാം ആസ്വദിക്കുന്ന സമൃദ്ധിയെ രൂപപ്പെടുത്തുന്നത്. മറുവശത്ത്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും അലസതയും ദാരിദ്ര്യത്തെ ക്ഷണിച്ചുവരുത്തുന്നു. ഭൗതിക സമ്പത്തിൽ മാത്രമല്ല, അവസരങ്ങളിലും ബന്ധങ്ങളിലും വ്യക്തിപരമായ വളർച്ചയിലും അലസത നമ്മെ പിന്നോട്ടു വലിക്കുന്നു. ഉത്സാഹം എന്നത് ഒരു വ്യക്തിപരമായ ഗുണം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. നാം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അത് കുടുംബമായാലും സമൂഹമായാലും ഊട്ടി ഉറപ്പിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുകയും ഒരു മാതൃകയായി മാറുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയും ലക്ഷ്യബോധത്തോടെ പരിശ്രമിക്കുന്ന ഒരു ലോകം സങ്കൽപ്പിക്കുക. നമുക്ക് എത്രത്തോളം നൂതനാശയങ്ങളുടെയും ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങൾ കൈവരിക്കാൻ കഴിയും. അതിനാൽ ഈ വചനം ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം: നമ്മുടെ ജീവിതത്തിലെ വേനൽക്കാലത്ത് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണോ? അതോ കാലം പാഴാക്കി കടന്നുപോകാൻ അനുവദിക്കുകയാണോ?